ഓ, അപ്പം പുറത്തോ ഗംഭീര മഴയാ, കോരിച്ചൊരിയുന്ന മഴ, മേഘവിസ്ഫോടനം എന്നൊക്കെ വേണ്ടി ഇന്നത്തെ ഭാഷയെ പറയാം. അസല് മഴ. അപ്പോൾ ഭഗവാനെയും കൊണ്ട് വരിക. എങ്ങനെയാ ഭഗവാനെയും കൊണ്ട് പോണത് വസുദേവർ? അല്ലേ, നമ്മൾ കേട്ടിട്ടില്ലേ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? വസുദേവർ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? അപ്പോഴേക്കും അനന്തൻ പുറത്ത് കാത്തു നിൽക്കുക അല്ലേ. അങ്ങനെ അനന്തമായ ഭണങ്ങൾ വിടർത്തിയിട്ട് അല്ലേ, എന്താ മഴ കൊള്ളാതിരിക്കാൻ ഭഗവാൻ അല്ലേ. എങ്ങനെയാണ് കൊണ്ടുപോകണത് വസുദേവർ? ഭഗവാൻ എങ്ങനെയാണ് കൊണ്ടുപോകണത്? കൊട്ടയിൽ വെച്ചിട്ട് അല്ലേ. എന്താ ചക്കയാണ് വാങ്ങിയത് കൊട്ടയിൽ വെച്ച് കൊണ്ടുപോകാൻ? ഈ കാരാഗ്രഹത്ത് കിടക്കുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് കൊട്ട കിട്ടി. അതൊക്കെ പോട്ടെ, ഈ കോരിച്ചൊരിയുന്ന മഴ പെയ്യുന്ന സമയത്ത് ഒരു അച്ഛൻ ആ മഴ കൊണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ താൻ കൊള്ളണ്ട, താൻ കൊട്ട തലയിൽ വെച്ചു, കുഞ്ഞു കൊണ്ടോട്ടെ, ഒരു അച്ഛൻ അങ്ങനെ ചിന്തിക്കുമോ? ഭാഗവതത്തിൽ കൊട്ടാമെന്ന് പറഞ്ഞിട്ട് ഭാഗവതത്തിൽ ആ മഹാത്മാവ് ഇങ്ങനെ തൻ്റെ ഉത്തരത്തിൽ ഇങ്ങനെ എടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ കവികൾക്ക് ഓരോ സങ്കല്പം ഒക്കെ വരുമല്ലോ. തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടുള്ള ഒരു കവി അല്ലേ, ആ ഭഗവാനെ തൻ്റെ ഉത്തമാംഗത്തിൽ വെച്ചു എന്ന് പറയാം. അങ്ങനെ സങ്കല്പിച്ചിട്ട് പറഞ്ഞതാവാം. ഇപ്പോൾ നമ്മൾ ഭഗവാനെ പാദത്തിൽ അർച്ചിച്ച പൂക്കൾ നമ്മൾ ശിരസിൽ വയ്ക്കില്ലേ, അത് അത്രയും ആ ഭഗവാന്റെ പാദങ്ങളിൽ വീണ ആ പൂവിന് അത്രയും മഹത്വം നമ്മൾ കൽപ്പിച്ച് ശിരസിൽ വയ്ക്കുക. രാമൻ്റെ പാദുകം വാങ്ങിയിട്ട് ഭരതൻ പോക്കറ്റിലിട്ടാ പോയത് ആണോ? ശിരസിൽ വെച്ചിട്ടാണ് കൊണ്ടുപോയത് ഉത്തമാംഗത്തിൽ വെച്ചാൽ അതിനെ നമ്മൾ അത്രയും മാനിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും, അല്ല പിന്നെ അനന്തൻ ഉണ്ടല്ലോ, അനന്തൻ മഴ കൊള്ളാണ്ട് പിടിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് വസുദേവർ. വസുദേവർ കണ്ടിട്ടൊന്നുമില്ല അനന്തൻ പിന്നിൽ നിൽക്കുന്നത്. കണ്ടാൽ പിന്നെ മുന്നോട്ടല്ല എങ്ങോട്ടും പോയില്ലേ. ഒരു തലല്ലേ പാമ്പ് ഇവിടെ വന്നാൽ തന്നെ ഇവിടെ ആരും ഉണ്ടാവുമോ? എന്തിന് ആചാര്യം തന്നെ കോഴിക്കോടത്തി ഉണ്ടാവും അല്ലേ? ഇല്ല. പിന്നെ ഈ അനന്ത ഭണങ്ങളുള്ള ഈ അനന്തനെ കണ്ടു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ? അതുകൊണ്ട് വസുദേവർ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ഈ അനന്തൻ എന്തിനാണാവോ അങ്ങനെ കുട പിടിച്ചത്? കോരിച്ചൊരിയുന്ന മഴ പെയ്യുന്ന സമയത്ത് അനന്തൻ ഇങ്ങനെ പിടിച്ചെന്തിനാ? ഭഗവാന് ജലദോഷം വരിച്ചിട്ട് ജലദോഷം വരും ഭഗവാന് മഴ കൊണ്ടാൽ. വെള്ളത്തിൽ കിടക്കണം. നാരായണൻ എന്നാ പറയുക. നാരത്തിൽ ശയിക്കുന്നവൻ. എന്ത് ജലദോഷമാണ്? ജലദോഷമൊക്കെ നമുക്ക് അല്ലേ, വാത പിത്ത കഫമൊക്കെ നമുക്ക് ആ ദോഷമുള്ളൂ. ഭഗവാൻ എന്ത് ജലദോഷം വരിച്ചിട്ടാ? പിന്നെ എന്തിനാ ഈ അനന്തം എങ്ങനെ കുട പിടിച്ച്? നമ്മൾ വെറുതെ കുറേ കഥ കേട്ട് പോയാൽ പോരാ കേട്ടോ. ഇതൊക്കെ നമ്മൾ അറിയണേ, അതൊക്കെ നമ്മൾ അറിയണം. നമ്മളിങ്ങനെ കഥ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഭാഗങ്ങളുണ്ടാവും. എന്താ അപ്പോൾ അത് ചോദ്യം ഉള്ളിൽ ഇങ്ങനെ വരണം. എന്തിനപ്പം ഈ അനന്തം എന്തിനാ ഭഗവാൻ ഇങ്ങനെ കുട പിടിച്ചത്? അതിപ്പോൾ മഴ കൊള്ളാൻ പാടില്ലല്ലോ, ഭഗവാൻ അസുഖം വരില്ലേ, പനി പിടിക്കില്ലേ, ഡെങ്കി ചിക്കു ഒക്കെ ഉണ്ടല്ലോ നാട്ടിൽ, അതുകൊണ്ടാ. പിന്നെന്താ അത്? ഭഗവാൻ ഈ വിശ്വമായിട്ടിരിക്കുന്ന ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഒന്ന് ഭഗവാന് ദോഷം ഉണ്ടാക്കുമോ? ഇല്ലെന്നേ. വരുണത ഭഗവാന് ദോഷം ഉണ്ടാകും? ഇല്ല. പിന്നെന്താ അത്? ഭഗവാൻ ഈ പ്രപഞ്ചത്തിലെ ഒന്നും എന്താണ് വിഷയമല്ല, എല്ലാം ഭഗവാനാണ്. മഴയും ഭഗവാനാണ്, ഇടിയും ഭഗവാനാണ് അല്ലേ, എല്ലാം ഭഗവാൻ തന്നെയാണ്. പിന്നെന്താ പ്രശ്നം? അല്ല. പിന്നെ അനന്തൻ എന്തിനാ പിടിച്ചത്? അത് ഭക്തൻ്റെ ധർമ്മമാണ്. ഇല്ലേ, യജമാനനെ സേവിക്കുക എന്നുള്ളതാണ് സേവകൻ്റെ ഭൃത്യൻ്റെ ധർമ്മം. ഭഗവാനെ ഭജിക്കുക എന്നുള്ളതാണ് ഭക്തൻ്റെ ധർമ്മം. ഗുരുവിനെ സേവിക്കുക ശുശ്രൂഷിക്കുക എന്നുള്ളത് ശിഷ്യൻ്റെ ധർമ്മം. അതുകൊണ്ട് ഭഗവാന് മഴ കൊണ്ടോ വിഷമാവുമോ വയ്യാണ്ടിയാവുമോ എന്ന് നോക്കേണ്ട കാര്യമില്ല. എനിക്ക് ഭഗവാനെ സേവിക്കാൻ കിട്ടുന്ന അവസരം അപ്പോൾ ഉപയോഗിക്കുക. ഭഗവാനെ എപ്പോഴും അവിടെയും സേവിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് വേഗം അദ്ദേഹം അങ്ങനെ നിൽക്കുക, സേവിക്കുക ഭഗവാന്റെ കൂടെ. അങ്ങനെ ഭഗവാന് വെയിലുകൊണ്ടാ വാടിപ്പോച്ചിട്ടാ അല്ല, എന്നാലും നമ്മളങ്ങനെ മുത്തുകൂടെയൊക്കെ പിടിക്കും. എന്തിനത്? അത് ഭൃത്യന്മാർ അല്ലേ യജമാനനെ സേവിക്കുകയാണ്, യജമാൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട്. യജമാനൻ സന്തോഷിച്ചാലേ അനുഗ്രഹിക്കുള്ളൂ. ഭൃത്യന്മാർക്ക് അങ്ങനെയാണ്. ഇതുപോലെ ഗുരു അനുഗ്രഹിച്ചാലേ തൻ്റെ ജന്മം സഫലമാവുള്ളൂ. ഇതുപോലെ ഭഗവാൻ അനുഗ്രഹിക്കണമെങ്കിൽ ആണ്. അപ്പോൾ ഗുരുക്കന്മാർക്ക് ഇതൊന്നൊരു വിഷയമൊന്നുമില്ല. ഗുരുക്കന്മാർ എത്രയോ ദിവസങ്ങളോളം ഭക്ഷണമില്ലാണ്ട് ഇഷ്ടമുള്ള രുചിയിലുള്ള ഭക്ഷണം കിട്ടാതെ എത്രയോ കാട്ടിലും അവിടെ ഇവിടെയൊക്കെ അലഞ്ഞ് നടന്നിട്ടാണ് ഈശ്വരനെ പ്രസാദിപ്പിച്ച് ഈ മഹിമയിലേക്ക് എത്തിയത് അല്ലേ. അവർ ചിലപ്പോൾ രുചിയൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും, അവർക്ക് രുചിയൊന്നുമില്ല, അവരിതിനൊക്കെ കടന്ന കൂട്ടരാണ് അല്ലേ. അവർ ഇന്ദ്രിയങ്ങളൊക്കെ ജയിച്ച ആളുകളാണ്. എത്രയോ ദിവസങ്ങൾ പട്ടിണി കിടന്ന ആളുകളാണ്. ദിവസങ്ങളോളം നിലത്ത് കിടന്നുറങ്ങിയ ആളുകളായിരിക്കും മഹാത്മാക്കളൊക്കെ.
അവർ ഇത്തരം ഘോരമായ തപസ്സിലൂടെ പോയ ആളുകളാണ്. അവരിതിനൊക്കെ ജയിച്ചു. ശരീരത്തിൻ്റെ സുഖമോ നാവിൻ്റെ സുഖമോ കണ്ണിൻ്റെ സുഖമോ കാതിൻ്റെ സുഖമോ ഒന്നും അവർക്ക് വിഷയമല്ല, അവർക്ക് വേണ്ട. പക്ഷെ എന്നാലും മഹാത്മാക്കൾ ഗുരുക്കന്മാർ നമ്മളെ വീട്ടിൽ വരുമ്പോൾ രുചിയുള്ള ഭക്ഷണം കൊടുക്കില്ലേ, നമ്മൾ കഴിക്കൂ, ഇത് മധുരമുണ്ട് കേട്ടോ. അപ്പോൾ അവരെന്ത് ചെയ്യും? കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്ന് അറിയുന്ന മഹാത്മാക്കൾ എന്ത് ചെയ്യും? ആണോ, രുചിയുണ്ടോ നോക്കട്ടെ, നല്ല രുചിയുണ്ടല്ലോ. അവർക്ക് ഒരു ഭാവമുണ്ട്, അവരിതൊക്കെ കടന്നു പോയതാ. അവർക്ക് ലഡു കിട്ടിയാലും തിരക്കേടില്ല, കിട്ടിയിട്ടേലും തിരക്കേടില്ല അല്ലേ. പക്ഷെ നമ്മൾ വിചാരിക്കും അവർക്ക് ഇതൊന്നും മധുരമുള്ളൊന്നും കിട്ടിയില്ല വെച്ചാൽ ഇതാ കിടക്കും കേട്ടോ, പായല്ല, ഞാൻ കട്ടിൽ വിരിച്ചിട്ടുണ്ട്, ഇവിടെ കിടന്നുള്ളൂ മഹാത്മാവേ. അവർക്ക് പായയും പ്രശ്നമല്ല, കട്ടിലും പ്രശ്നമല്ല. പക്ഷെ എന്നാലും നമ്മളങ്ങനെ ചെയ്യുക, അത് നമ്മുടെ കടമയാണ്. നമുക്ക് അവരോടുള്ള കർത്തവ്യമെന്തോ അത് ചെയ്യുക. ഇതാണ് നാം ആര് ചെയ്തത്? അനന്തൻ ചെയ്യുന്നത്. അനന്തന് ഭഗവാനെ സേവിക്കാനുള്ള അവസരം കിട്ടി, അത് പരമാവധി ഉപയോഗിക്കുകയാണ് ആര്? അനന്തൻ. ഈ ഭാവം മനസ്സിലാക്കുമ്പോൾ എത്ര സുഖമുണ്ട്, സന്തോഷമുണ്ട് അതിനല്ലേ. ഇല്ലെങ്കിൽ നമ്മൾ ഉത്തരം പറയാൻ വേണ്ടി ശ്വാസം മുട്ടി വയ്യാണ്ടാവും.